ഗായ്സ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്റെ വാവേ അപ്പുറം ഇതെല്ലാവർക്കും പറ്റുന്നല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ളോഗ്. അങ്ങനെ ഞാൻ മുന്നത്തെ ഷോർട്സിൽ പറഞ്ഞതുപോലെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 7 മാസത്തിന് ശേഷമാണ് വരുന്നത്. ആള് പോയിട്ട് 2 വർഷമായി, പക്ഷെ 7 മാസത്തിന് ശേഷമാണ് പിന്നെ വരുന്നത് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ജനുവരിയിൽ കണ്ടതാണ്. അപ്പോൾ വരുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അപ്പോൾ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര പൈസ ആയതുകൊണ്ട് ഞാനൊരു ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് പണി തുടങ്ങി കേട്ടോ. കാരണം കുറേ കാലമായി ഇതൊക്കെ പൊടി തട്ടി എടുത്തിട്ട് നമ്മുടെ ഈ കഴിവുകളൊക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈം എടുക്കേണ്ടി വന്നു കേട്ടോ. കാരണം ആകെ ഒരു ചാർട്ട് പേപ്പറേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഈ ആൽഫബറ്റ്സ് എല്ലാം ഞാനൊരു ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ ചാർട്ട് പേപ്പറിൽ പിന്നെയാണ് ഞാൻ ചെയ്തത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് കൊളായിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വേറെ ചാർട്ട് പേപ്പറിൽ എനിക്ക് ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആവും. ചിലപ്പോൾ മൂപ്പർ ആ വഴിക്ക് തന്നെ തിരിച്ചു വിടും, കാരണം എൻ്റെ വെൽക്കം ശരിയായിട്ടില്ലെങ്കിൽ. അങ്ങനെ എങ്ങനെയോ W കിട്ടിയിട്ടുണ്ട്. W തന്നെ നമുക്ക് M ആക്കാം. അപ്പം വെൽക്കമിലെ 2 അക്ഷരമായി. അങ്ങനെ ഞാൻ വെൽക്കം ഏകദേശം പൂർത്തീകരിച്ചു. അടുത്ത നമ്മളെ ഹോമിൻ്റെ പരിപാടിയാണ്. പിന്നെ വാവച്ചി എന്നുള്ളതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഒരുപാടായി കേട്ടോ. അപ്പോൾ ഈ കലാപരിപാടികൾ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇതാണ് സമയം 5:12 AM ആയി. ഞാൻ കിടക്കണ സമയമാണ് തലേന്ന് കേട്ടോ. പിറ്റേ ദിവസം പുള്ളി വരും. അങ്ങനെ രാവിലെ അലാറം അടിച്ച് പിന്നെ കുറച്ച് ബോധം വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന്, കാരണം ആകെ 3 മണിക്കൂറേ എനിക്ക് ഉറങ്ങാൻ ടൈം കിട്ടിയിട്ടുള്ളൂ. പിന്നെയാണ് ആലോചിച്ചത്, അയ്യോ ഇന്നല്ലേ വരുന്നത്, ഇന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയിട്ട് എനിക്ക് തിരിച്ച് ഉച്ചയ്ക്കൊന്ന് വരണം, പുള്ളിക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണം. എല്ലാ പ്രവാസികൾക്കും ഉള്ളൊരാഗ്രഹമാണല്ലോ അവർ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലെ നല്ല നാടൻ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഫുഡിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ വെച്ചു. ഈവനിങ് ആണ് ഹസ്ബൻഡ് എത്തുന്നത്. അപ്പോൾ ഈ ഇതൊക്കെ സംഭവമൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അതെന്തായാലും ക്ലീൻ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ നേരത്തെ വേഗം വന്നപ്പോൾ വീട്ടിൽ കറണ്ട് ഇല്ല. ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീൻസ് ഉപ്പേരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളത്. അതുപോലെ നമ്മളുടെ ഈ എന്ത് കറിയാണ് ഈശ്വര, ഞാൻ തന്നെ മറന്നുപോയി, വെള്ളരിക്കറി തിളച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ ഏട്ടായി എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, അത്രയും ദിവസം മഴയില്ലാത്തന്ന് അന്ന് കിടില മഴയായിരുന്നു. എന്തായാലും പുള്ളീൻ്റെ വരവേൽക്കാനുള്ള മഴയായിരിക്കും. നിസ്സാരം അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങള് ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് സാധനങ്ങൾ നോക്കാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ 2-3 ഐറ്റംസ് ഒക്കെ നോക്കി. ഓഫേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും പുള്ളി ഓൾറെഡി ഒക്കെ പർച്ചേസ് ചെയ്തോണ്ട് 1-2 സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പത്തേക്ക് പുള്ളിക്ക് നല്ല വിശപ്പായപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ള 5 സ്റ്റാർ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഫുഡ് എന്റെ വാവേ അപ്പുറം ഇതെല്ലാവർക്കും പറ്റുന്നല്ലേ. ഗായ്സ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല കിടില മഴ, ഒന്നും കാണാഞ്ഞല്ലോ. ഫുള്ള് മഴ നനഞ്ഞ് അതെനിക്കറിയില്ല. പിന്നെ എങ്ങോട്ടേ പോണേ? ഇങ്ങോട്ടല്ലേ മേലേക്കല്ലേ? എക്സിറ്റ് ആണോ? ആ വേറെ കുഴപ്പമുണ്ട്, കാണുന്നുണ്ടത്. ഞാൻ വലിയ കാര്യത്തിൽ സർപ്രൈസ് ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ എൻ്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റിച്ചുകൊണ്ട് കറണ്ട് കയറ്റാനങ്ങ് പോയി. അത് കാരണം ഞാൻ നല്ല നിന്ന് വെളിച്ചൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി നിന്ന്. പക്ഷെ ഞങ്ങൾ കയറുന്ന ജസ്റ്റ് അവിടെ റീച്ച് ആയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയപ്പോഴത്തേക്കും കറണ്ട് വരും. പിന്നെ എടുത്തിട്ട് വേണ്ട ഒരു മൊബൈലൊക്കെ കത്തിച്ചിട്ടാണ് ഓടി വരുന്നത്. എന്തായാലും
അങ്ങോട്ട് വരണ്ട. ഓ ചെരുപ്പിട്ടില്ല. യാക്ക്. എടുക്കാൻ പറ്റുമോ? സോറി, പൂച്ചോള് വരാണ്ടിരിക്കാനാ. ഇത്ര നേരം കറണ്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്റെ ക്രാഫ്റ്റ് ആണ്. ഇന്ന് രാത്രി ഇരുന്ന് ഫുള്ള് ഞാൻ ഇരുന്ന് എന്തിനാണ്. എന്നാ ഓക്കെ, നെക്സ്റ്റ്. വീഡിയോ ഇല്ലോ. എന്റെ സ്റ്റാൻഡ് എവിടെ? ആ സ്റ്റാൻഡ് എടുത്തോ. അല്ലി വേണ്ട. ഓപ്പൺ ഓപ്പൺ ദി കബോർഡ്. ഇനി ഏതാ അതിന്ന് വാങ്ങി എടുക്കാൻ ഇഷ്ടം? ഈ പച്ചയുണ്ട്, മറ്റേതുണ്ട്. ഈ രണ്ടെണ്ണേ ഉള്ളു. എടുക്ക്. പതുക്കെ. അല്ല, സർപ്രൈസ്. എന്നെ കൊണ്ട് ഇതൊക്കെ ആവുള്ളൂ വാച്ച്. തുറന്നോ? എന്താണത്? എന്താ ഇക്കാരം? ഇതാണ് കാശ് വെച്ച് തരാഞ്ഞത്. എനിക്ക് അറിയുന്നു. അങ്ങനെയാണ് ഒരു വാലറ്റ് തുറക്കുക. ഹൈഡ് സൈൻ. പതുക്കെ തുറക്കത്. അത് ഞാൻ എന്റെ മാർക്ക് നിനക്ക് വായിച്ചിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി വെച്ച. പിന്നെന്താ? അന്തേ അവന്റെ ബർത്ത്ഡേന്റെ ആനിവേഴ്സറിന്റെ എന്റെ ഗിഫ്റ്റ്. ഓക്കെ ഓക്കെ. നന്നായില്ലേ? ഞാൻ എന്റെ വാച്ച് വാങ്ങാത്തത് നന്നായില്ലേ? അപ്പൊ അതല്ലേ പറഞ്ഞ വാങ്ങിക്കണ്ടെന്ന്. ഇട്. എങ്ങനെയാ? അതുകൊണ്ട് ഞാൻ തുറക്കാൻ. ഓക്കെ, അങ്ങനെ ഇടാൻ പറ്റോ? അത്രേ ഉള്ളൂ. അങ്ങനെ
ഗിഫ്റ്റ് പൊളിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീന് കുറച്ച് കഴിഞ്ഞിട്ട് വറുക്കാന്ന് വിചാരിച്ചു വെച്ചേട്ടാ. ആകെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹം മത്തി വറുത്ത വേണമെന്നായിരുന്നു. അപ്പം അത് ചൂടോടുക്കനെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതിന് ശേഷമാണ് വറുത്തത്. അപ്പോൾ ഇതേ നമുക്ക് നല്ല ചമ്മന്തി ഉണ്ട്, പിന്നെ ബീൻസ് ഉപ്പേരി ഉണ്ട്, വെള്ളരിക്കറിയുണ്ട്, മത്തി വറുത്തതുണ്ട്, പിന്നെ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയത്, ചോറ് നല്ല നാടൻ ചോറ്. ഇതെന്ത് ചോറാ വാച്ചി? അമ്മ നല്ല പാലക്കാടൻ മട്ട അരി വറ്റൽ മുളക് വറുത്തരച്ച് നല്ല തേങ്ങ ചമ്മന്തി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ നല്ല തേങ്ങാക്കൊത്തും തേങ്ങയൊക്കെ ഇട്ട് ബീൻസ് ഉപ്പേരി, ബീൻസ് തോരൻ. അതിനുശേഷം എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാറും പിന്നെ നല്ല ചൂടുള്ള മത്തി വറുത്തത്. അപ്പം രണ്ടെണ്ണം തന്നെ അങ്ങോട്ട് ഇട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് നല്ല എന്താ പറയുക വെള്ളരിക്കറിയൊക്കെ അങ്ങ് ഒഴിച്ച് കുറച്ച് ചിക്കൻ റോസ്റ്റ് ഇട്ടുള്ള സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഊണല്ലേ വാജി. പപ്പടം ഇട്ട് പിന്നെ ഒരു പിടി പിടിക്കാന്ന് വിചാരിച്ചേട്ടോ. അപ്പൊ എല്ലാം കൂടി കൂട്ടി കുഴച്ച് എന്താ പറയുക, വായിലിപ്പോഴേ വെള്ളം വരുന്നത്. അപ്പൊ ഇനി ഇതെല്ലാം ഒരു ഓർമ്മകളായിരിക്കും ഇനി പിന്നീട് നമ്മളിത് കാണുമ്പോൾ. പക്ഷെ ഈ ഒരു മൊമെന്റ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാം കൂടി നല്ല എല്ലാ ഐറ്റംസും ഉണ്ടാക്കി എല്ലാ ഐറ്റംസും കൂടി കുഴച്ച് ഒരു ഉരുളങ്ങ് കൊടുക്കാം. അതായത് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതുപോലെ പൊതിച്ചോറുണ്ടാക്കി കഴിച്ചിട്ട് പുള്ളി അന്ന് ഫുള്ള് ഉറക്കമായിരുന്നു. അത് കാരണം ഇപ്രാവശ്യം ലൈറ്റ് ആക്കിയതാണ്, പൊതി ആക്കിയില്ല, ഇലയിൽ തിന്നാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമുള്ള കാത്തിരിപ്പിന്റെ ആ ഒരു നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ കാലമായി ഇതുപോലെ ആഗ്രഹിക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ കൊടുത്ത് കഴിച്ച് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുക. എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്ട് ഞാൻ അധികം ഫുഡൊന്നും കഴിക്കാറില്ല. പിന്നെ ഡയറ്റ് എന്ന് പറഞ്ഞ പേരിൽ ഞാനത് സ്കിപ്പ് അടിച്ച് നടക്കാറാണ്. അപ്പോൾ ഏട്ടായി വന്നപ്പോൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല തട്ടല് തട്ടി. അപ്പോൾ എൻ്റെ വാവച്ച് ലീവിന് വന്നുള്ള ഞങ്ങളുടെ ദിവസങ്ങളാണ് ഇത്. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. ഇനി ഞങ്ങളുടെ ഡേയ്സ്, ഞങ്ങൾ പുള്ളി ലീവിന് വന്ന ഡേയ്സിൽ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടേക്കാണ് യാത്രകൾ എന്നെല്ലാം കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സ് ഇറക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഡേ എന്നെ ജോലിക്ക് പറഞ്ഞേക്കാനുള്ളത് തത്രപ്പാടിലാണ് കേട്ടോ. വരുന്നുണ്ട്, എന്നെ വിളിച്ചാലല്ലേ ഞാൻ വരിക. ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ